അധ്യാപകന്മാർ ഉൾപ്പെട്ട ലഹരി ഇടപാട് കേസിൽ അന്വേഷണം സംസ്ഥാനത്തിന്റെ പുറത്തേക്ക്. വിദേശ നമ്പർ ഉപയോഗിച്ച് അധ്യാപികമാർ പണം ഇടപാട് നടത്തി. കേസ് അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് കണ്ണൂർ DIG കെ കാർത്തിക് പറഞ്ഞു. സമീപകാലത്ത് സമൂഹ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളിലൊന്നായിരുന്നു കോഴിക്കോട് വടകരയിൽ 3 അധ്യാപികമാർ ലഹരി ഇടപാടിൽ പങ്കാളികളായത്. ഈ സംഭവത്തിലാണ് കണ്ണൂർ DIG വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചത്. പ്രതികൾ ലഹരി ഇടപാട് നടത്തി സ്വത്തുക്കൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകെട്ടാൻ നടപടി സ്വീകരിക്കും. അധ്യാപികമാരുടെ ATM കാർഡുകൾ ഉപയോഗിച്ചത് മറ്റുള്ളവരാണ്. അതാരാണെന്ന് കണ്ടെത്തണം. കേരളത്തിന്റെ പുറത്തേക്കും അന്വേഷണം നീളാം. പിടിക്കപ്പെടാതിരിക്കാൻ അധ്യാപികമാർ വിദേശ നമ്പറുകൾ ഉപയോഗിച്ചാണ് വാട്സാപ്പ് അക്കൗണ്ടുകൾ തുടങ്ങിയതെന്ന് DIG കെ കാർത്തിക് പറഞ്ഞു. പിടിക്കപ്പെടാതിരിക്കാനായിട്ട് കുറേ വിദേശ നമ്പർ യൂസ് ചെയ്ത് ബന്ധപ്പെടുന്നുണ്ട്. ആ കാര്യങ്ങളും നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മൈഗ്രേഷനൊക്കെ കത്തെഴുതി നമ്മൾ അങ്ങനെ എന്തെങ്കിലും വിദേശ യാത്ര നടത്തിയിട്ടുണ്ടോ, എന്ത് പർപ്പസുകാർ നടത്തിയത് പരിശോധിക്കാം, എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം. അധ്യാപികമാരുടെ 6 മാസത്തെ ബാങ്ക് ഇടപാട് രേഖകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. അതിനിടെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കണ്ണൂർ ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസിനെ റിമാൻഡ് ചെയ്തു. ഇതോടെ കേസിൽ 3 അധ്യാപികമാർ ഉൾപ്പെടെ 5 പേരാണ് റിമാൻഡിൽ കഴിയുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.